കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ ഉൾപ്പെടെ 3 പേർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പുനരാരംഭിച്ചു. തിരച്ചിലിനായി മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേയും സംഘവും പുഴയിലിറങ്ങി പരിശോധന ആരംഭിച്ചു. സന്തോഷ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സന്തോഷ്, ഇന്ന് രാവിലെ 9 മണിയോടെ തിരച്ചിൽ പുനരാരംഭിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അറിയിച്ചിരുന്നത്. എന്നാൽ അതുണ്ടായില്ല. ഒപ്പം തന്നെ സ്കൂബ ടീമിന് പുഴയിലിറങ്ങി തിരച്ചിൽ നടത്താനുള്ള അനുമതിയും ലഭിച്ചിട്ടില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈശ്വർ മാൽപേയും സംഘവും പുഴയിലിറങ്ങി പരിശോധന നടത്തുന്നത്. എന്താണ് നൽകാൻ കഴിയുന്ന പുതിയ വിശദാംശങ്ങൾ? ആവണി, ഇപ്പോൾ ഈശ്വർ മാൽപേ ഇപ്പോൾ ഗംഗാവാലി നദിയിലിറങ്ങി പരിശോധന നടത്തുകയാണ്. ഇന്ന് രാവിലെ മുതൽക്ക് തന്നെ ഈ തിരച്ചിലിനെ സംബന്ധിച്ച അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. കാരണം രാവിലെ തിരച്ചിൽ ആരംഭിക്കുമെന്ന് അറിയിപ്പ് ലഭിച്ചിരുന്നെങ്കിലും തിരച്ചിൽ ആരംഭിക്കാൻ തിരച്ചിലുമായി ബന്ധപ്പെട്ട ആരും അവിടേക്ക് എത്തിയിരുന്നില്ല. നേവി രാവിലെ പരിശോധന നടത്തും എന്നുള്ള വിവരമാണ് കുടുംബത്തെ അറിയിച്ചിരുന്നെങ്കിലും അത് ഉണ്ടായില്ല. പിന്നീട് ഈ കുടുംബം ഉൾപ്പെടെ ഇക്കാര്യത്തിൽ പ്രതിഷേധം അറിയിച്ചിരുന്നു. അതിന് പിന്നാലെ ഉച്ചയോടുകൂടിയാണ് കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തേക്ക് എത്തിയത്. അതിനുശേഷം അദ്ദേഹം തിരച്ചിൽ ഇന്ന് തന്നെ ആരംഭിക്കും എന്നുള്ള കാര്യം വ്യക്തമാക്കി. അതിന് പിന്നാലെയാണ് ഈശ്വർ മാൽപേയും സംഘവും അവിടേക്ക് എത്തിയത്. ഈശ്വർ മാൽപേ മാത്രമേ ഇപ്പോൾ ഗംഗാവാലി ഇറങ്ങി പരിശോധന നടത്തുന്നുള്ളൂ. 2 മണിക്കൂർ ഇന്ന് പ്രാഥമിക പരിശോധന നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. കാരണം ഈ ലോറിയുടെ സ്ഥാനമെല്ലാം സംബന്ധിച്ച ചില അവ്യക്തത ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ തിരച്ചിൽ 2 മണിക്കൂർ കൊണ്ട് തന്നെ അവസാനിക്കും. നാളെ രാവിലെ മുതൽക്ക് ഈശ്വർ മാൽപയോടൊപ്പം തന്നെ 4 മുങ്ങൽ വിദഗ്ധർ കൂടി ഈ സംഘത്തിൽ നിന്നും എത്തും. അവരൊരുമിച്ച് നാളെ തിരച്ചിൽ ആരംഭിക്കും എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും നിലവിലെ ഒരു സാഹചര്യത്തിൽ തിരച്ചിൽ പുനരാരംഭിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഇന്ന് അധിക സമയം തുടരാൻ കഴിയില്ല. ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ കൃത്യമായും കൂടുതൽ എത്തിക്കേണ്ടതുണ്ട്. നാളെ ഇത് പൂർവ്വസ്ഥിതിയിൽ തന്നെ ഈശ്വർ മാൽപയുടെ നേതൃത്വത്തിലുള്ള സംഘം തിരച്ചിൽ ആരംഭിക്കും. അതേസമയം തന്നെ നേവി ഇവിടെ എത്തുന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. ഇത് കാർവാർ MLAയോട് ചോദിച്ചപ്പോൾ തന്നെ അക്കാര്യത്തിൽ ഒരു വ്യക്തമായ മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. NDRFും SDRFും, അതായത് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും തിരച്ചിലിൽ എത്തുമെന്ന് അറിയിച്ചിരുന്നു. ഇതുവരെ ആരും ആ 2 സേനാ വിഭാഗങ്ങളിൽ നിന്നും എത്തിയിട്ടില്ല. നാളെ ഈ സംഘം എത്തുമോ എന്നുള്ള കാര്യത്തിൽ ഒരു കൃത്യമായിട്ടുള്ള മറുപടി നൽകാനും കഴിഞ്ഞിട്ടില്ല. ഈശ്വർ മാൽപയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു തിരച്ചിലാണ് ഇപ്പോൾ ഗംഗാവാലി നദിയിൽ നടക്കുന്നത്. ആവണി. സന്തോഷ്, ഈ തിരച്ചിൽ നിർത്തിവെക്കുന്നത് ഇവിടുത്തെ കാലാവസ്ഥ പ്രതികൂലമായ ഒരു സാഹചര്യത്തിലാണ്. നിലവിൽ ഒപ്പം തന്നെ പുഴയിലെ കുത്തൊഴുക്കൊക്കെ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നിലവിൽ ഈ കാലാവസ്ഥ അനുകൂലമാണോ? തീർച്ചയായും ഷിരൂരിൽ ഇപ്പോൾ വളരെ അനുകൂലമായിട്ടുള്ള കാലാവസ്ഥയാണ്. മഴ പൂർണ്ണമായും തന്നെ മാറിയിട്ടുണ്ട്. കഴിഞ്ഞ 4 ദിവസമായി മഴ പെയ്തിട്ടില്ല. മാത്രമല്ല ഗംഗാവാലിയിലെ ഒഴുക്ക് അടിയൊഴുക്കിന്റെ വേഗത 2 നോട്ട്സായി കുറഞ്ഞിട്ടുണ്ട്. അത് കുറഞ്ഞ അടിയൊഴുക്കാണ്. നേരത്തെ തിരച്ചിൽ നിർത്തിവെക്കുന്ന സമയത്ത് 6 നോട്ട്സിന് മുകളിൽ 8 വരെയൊക്കെ എത്തുന്ന നിലയിലായിരുന്നു അടിയൊഴുക്ക്. അനുകൂല സാധ്യതകൾ ഒന്ന്, ഈ അടിയൊഴുക്ക് 2 നോട്ട്സായി കുറഞ്ഞതാണ്. സാധാരണ മുങ്ങൽ വിദഗ്ധർക്ക് ഇറങ്ങി പരിശോധന നടത്താൻ കഴിയുന്ന ഒരു വേഗത മാത്രമാണത്. രണ്ടാമത്തെ കാര്യം, ഗംഗാവാലിയിലെ ഈ വെള്ളം ഒഴുകുന്ന നദി ഇപ്പോൾ വിസിബിലിറ്റി കൂടിയിട്ടുണ്ട്. നേരത്തെ ചുവന്ന കളറിൽ കലങ്ങി മറിയുന്ന പുഴയായിരുന്നു. എന്നാൽ ഇന്ന് തെളിഞ്ഞൊഴുകുന്ന പുഴയാണ്. അതുകൊണ്ട് തന്നെ ഈശ്വർ മാൽപേക്ക് ഈ മുങ്ങാങ്കുടിയിട്ട് താഴേക്ക് പോയാൽ അവിടെയുള്ളവ കാണാൻ സാധിക്കും. അതും ഒരു അനുകൂല ഘടകമാണ്. മാത്രമല്ല ഗംഗാവാലിയിലെ ജലനിരപ്പും നല്ല രീതിയിൽ തന്നെ കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ അനുകൂല കാലാവസ്ഥയാണ് നിലവിൽ ഇപ്പോൾ ഉള്ളത്. തിരച്ചിലിന് അനുകൂലമായ കാലാവസ്ഥയാണ്. എന്നാൽ ഈ കർണാടക സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള അനിശ്ചിതത്വം തുടരുകയും അതിലൊരു ജാഗ്രത കുറവ് ഈ ഘട്ടത്തിലും ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് കുടുംബത്തിന്റെ എല്ലാം പ്രതിഷേധം ഉയർന്ന് കേരളത്തിലെ മാധ്യമങ്ങളിലെല്ലാം വാർത്തകൾ വന്നതിന് ശേഷമാണ് ഉച്ചയോടുകൂടി സതീഷ് സെയിൽ MLA ഉൾപ്പെടെയുള്ളവർ അങ്ങോട്ട് എത്തിയത്. മാത്രമല്ല സതീഷ് സെയിൽ MLA അവിടെ എത്തി ഈ തൃശ്ശൂരിൽ നിന്ന് വേണ്ട ഡ്രഡ്ജിംഗ് യന്ത്രം കേരളം എത്തിച്ചിട്ടില്ല, മറുപടി നൽകിയിട്ടില്ല എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. പക്ഷേ യഥാർത്ഥത്തിൽ MLA തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത്. കാരണം ഈ ഡ്രഡ്ജിംഗ് മെഷീൻ വേണം എന്നുള്ള കാര്യം ഒരു രേഖാമൂലം ആവശ്യപ്പെടാൻ കർണാടക തയ്യാറായിരുന്നില്ല. അത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനും നടന്നിട്ടില്ല. അതുകൊണ്ടാണ് അത് കൊണ്ടുവരുന്ന കാര്യത്തിൽ ചില വിഷയങ്ങൾ ഉണ്ടായത്. ഏതായാലും ഇപ്പോൾ ഈ ഒരു ഈശ്വർ മാൽപേ മാത്രം വെള്ളത്തിലിറങ്ങി മുങ്ങിയുള്ള ഒരു പരിശോധന നടക്കുകയാണ്. ഇതുവരെ നടത്തിയിട്ടുള്ള പരിശോധനയിൽ ഈശ്വർ മാൽപേക്ക് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. സന്തോഷ്, ഈ കാലാവസ്ഥ അനുകൂലമാണെന്ന് പറയുന്നു, പുഴയിൽ കുത്തൊഴുക്ക് കുറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് നേവിക്ക് ഈ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഈ മുങ്ങിയുള്ള പരിശോധനയ്ക്ക് അനുമതി ലഭിക്കാത്തത്? അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നുണ്ടോ?
ഈശ്വർ മാൽപേ മാത്രമാണ് മുങ്ങി പരിശോധന ആരംഭിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ നേവിയുടെ മുങ്ങൽ വിദഗ്ധർക്ക് ഇപ്പോൾ മുങ്ങി പരിശോധന നടത്താൻ ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു കാലാവസ്ഥയാണുള്ളത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഈ അടിയൊഴുക്കിന്റെ വിഷയമുണ്ടായപ്പോൾ അന്ന് ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയത് നേവിയിലെ സ്കൂബ ഡൈവേഴ്സിന് മുങ്ങി പരിശോധന നടത്തണമെങ്കിൽ ഗംഗാവാലിയിലെ ഒഴുക്ക് 3 നോട്ട്സായി കുറയണം എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ അതിലും താഴെയാണ് ഗംഗാവാലിയിലെ അടിയൊഴുക്ക്. അത് 2 നോട്ട്സ് മാത്രമേ ഉള്ളൂ. മുങ്ങി പരിശോധന നടത്താൻ ഏറ്റവും അനുകൂലമായിട്ടുള്ള സാഹചര്യം ഘടകങ്ങൾ തന്നെയാണുള്ളത്. പൂർണ്ണമായും മഴ മാറിയിട്ടുണ്ട്. നദിയിൽ നല്ല വിസിബിലിറ്റിയുണ്ട്, കാഴ്ചയുണ്ട്. അതോടൊപ്പം തന്നെ ജലനിരപ്പ് ഗംഗാവാലിയിൽ കുറഞ്ഞിട്ടുണ്ട്. എല്ലാ അനുകൂല സാഹചര്യങ്ങളുമുണ്ട്. നേവിക്ക് മുങ്ങിത്തപ്പി പരിശോധന നടത്താനുള്ള അനുകൂല സാഹചര്യമാണ്. പക്ഷെ അത് വേണ്ട രീതിയിൽ ഏകോപിപ്പിക്കാൻ ഇപ്പോൾ കർണാടക സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ഇന്ന് നേവി എത്തുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും നേവിക്ക് ജില്ലാ ഭരണകൂടം അത്തരത്തിൽ ആവശ്യം ഉന്നയിച്ച് രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ള വിവരമാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഈശ്വർ മാൽപയെ മാത്രം രംഗത്തിറക്കിയതോട് തിരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും നേവിയുടെ മുങ്ങൽ വിദഗ്ധർ കൂടി ഉണ്ടെങ്കിൽ വളരെ ഈ ഒരു സമയത്ത് അനുകൂല സാഹചര്യം മുതലെടുത്തുകൊണ്ട് പരമാവധി തിരച്ചിലിന് റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയും. പക്ഷേ നേവിക്ക് ഇപ്പോൾ നദിയിൽ ഇറങ്ങാനുള്ള അനുമതി ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് നേവി സംഘം അവിടേക്ക് എത്താത്തത്. സന്തോഷ്, തീർച്ചയായും ഇപ്പോൾ ഈശ്വർ മാൽപയാണ് തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2 മണിക്കൂറോളമായിരിക്കും ഇന്നത്തെ തിരച്ചിലെന്ന് മനസ്സിലാക്കുന്നു. ഈ നേരത്തെ സിഗ്നൽ 2 സിഗ്നൽ ലഭിച്ചിരുന്നത്. ആ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണോ നിലവിൽ പരിശോധന നടക്കുന്നത്? തീർച്ചയായും ഈ 2 സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ്, സിഗ്നൽ ലഭിച്ച 2 പോയിന്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈശ്വർ മാൽപേ തിരച്ചിൽ നടത്തുന്നത്. ആദ്യം ഈശ്വർ മാൽപേ വെള്ളത്തിലിറങ്ങി ഈ നദിയുടെ തീരത്തോട് ചേർന്നുള്ള സ്ഥലത്തിറങ്ങി അവിടെയുള്ള ഒഴുക്കും ആഴവും എല്ലാമാണ് പരിശോധിച്ചത്. പിന്നീടാണ് അല്പം മുന്നോട്ട് നീങ്ങിയത്. ഈ സ്പോട്ടിൽ കൃത്യമായി ഇതുവരെ ഒരു പരിശോധന ആരംഭിച്ചിട്ടില്ല. അതിന്റെ അടുത്താണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. 2 മത്സ്യബന്ധന ബോട്ടുകളാണ് ഈശ്വർ മാൽപയെ സഹായിക്കാൻ വേണ്ടി നദിയിലുള്ളത്. അതിൽ ഒരു ബോട്ട് ഇപ്പോൾ കരക്കടുപ്പിച്ചിട്ടുണ്ട്. ഒരു ബോട്ട് ഈശ്വർ മാൽപേക്ക് മുങ്ങി പരിശോധന നടത്തുന്നതിന് തൊട്ടടുത്ത് തന്നെ സന്തോഷാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഷിരൂരിൽ അർജുനായുള്ള പരിശോധന തിരച്ചിൽ വീണ്ടും പുനരാരംഭിച്ചിരിക്കുകയാണ്. ഈശ്വർ മാൽപയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. ഇന്ന് ഈശ്വർ മാൽപയാണ് പരിശോധന നടത്തുന്നത്. നാളെ ഈശ്വർ മാൽപയുടെ കൂടുതൽ സംഘങ്ങൾ സ്ഥലത്തെത്തി പരിശോധന നടത്തും. എന്നാൽ നേവിക്ക് സ്ഥലത്തെ കാലാവസ്ഥ നിലവിൽ അനുകൂലമായി തുടരുമ്പോൾ പോലും നേവിക്ക് സ്ഥലത്തെത്തി പരിശോധന നടത്താനുള്ളൊരു സാഹചര്യം, അതിനുള്ളൊരു അനുമതി ജില്ലാ ഭരണകൂടം നൽകിയിട്ടില്ല എന്നുള്ളത് വിമർശനാത്മകമായി തന്നെ തുടരുകയാണ്. ഇന്ന് നേവിക്ക് പുഴയിലിറങ്ങി പരിശോധന നടത്താൻ ആവശ്യമായ ഒരു തരത്തിലുള്ള സജ്ജീകരണങ്ങളും നിലവിൽ അവിടെ ലഭ്യമായിട്ടില്ല. ഒപ്പം തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും അതിനൊരു അനുമതിയും ലഭിച്ചിട്ടില്ല. സന്തോഷ് തുടരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. സന്തോഷ്, സിഗ്നൽ ലഭിച്ചെടുത്താണ് പരിശോധന നടത്തിക്കൊണ്ടിരുന്നത് എന്ന് മനസ്സിലാക്കുന്നു. സന്തോഷ്, തുടരാം. ആവണി, തീർച്ചയായും ഇതുവരെ നടത്തിയിട്ടുള്ള പരിശോധനയിൽ കാര്യമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് ഇപ്പോൾ വൈകുന്നേരത്തോടുകൂടി തിരച്ചിൽ അവസാനിപ്പിക്കുകയും ചെയ്യും. കൂടുതൽ സമയം ഇന്ന് തിരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. നാളെ കൂടുതൽ സജ്ജീകരണങ്ങളോടുകൂടി ഈ തിരച്ചിൽ പുനരാരംഭിക്കും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അതിൽ തന്നെ ഈശ്വർ മാൽപയും സംഘവും നടത്തുന്ന ഒരു തിരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. നാളെയും ഈ തിരച്ചിൽ മാത്രമാണോ അല്ലെങ്കിൽ നേവി സംഘം എത്തുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ഇതുവരെ മനസ്സിലാക്കുന്ന കാര്യമനുസരിച്ച് നേവി എത്താനുള്ള സാധ്യത വളരെ കുറവാണ്. ഏറ്റവും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ ഷിരൂരിൽ ഉണ്ടായിട്ടും വേണ്ട രീതിയിൽ അത് പ്രയോജനപ്പെടുത്താൻ ജില്ലാ ഭരണകൂടത്തിന് കഴിയുന്നില്ല. കാരണം നേരത്തെയെല്ലാം പ്രതികൂല ഘടകങ്ങളായി പറഞ്ഞിരുന്നത് ഗംഗാവാലിയിലെ ശക്തമായ അടിയൊഴുക്കും അതോടൊപ്പം തന്നെ കലങ്ങിമറിഞ്ഞ വിസിബിലിറ്റി കുറഞ്ഞ ഗംഗാവാലിയിലെ വെള്ളവുമായിരുന്നു പ്രധാനപ്പെട്ട പ്രതിസന്ധി. അതോടൊപ്പം തന്നെ ഇടയ്ക്കിടയ്ക്ക് അതിശക്തമായിട്ടുള്ള മഴ ഈ ഒരു ദൗത്യത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരുന്നു. എന്നാൽ നിലവിൽ ഏറ്റവും അനുകൂലമായിട്ടുള്ള കാലാവസ്ഥയാണ് ഷിരൂരിലുള്ളത്. മഴ പൂർണ്ണമായും തന്നെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഗംഗാവാലിയിൽ അടിയൊഴുക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ നിലയിൽ 2 നോട്ട്സിലേക്ക് എത്തിയിട്ടുണ്ട്. മാത്രമല്ല നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ തന്നെ ഈ വിസിബിലിറ്റി, നേരത്തെ നമ്മളെല്ലാം കണ്ടത് ഗംഗാവാലിയിൽ കലങ്ങി മറിഞ്ഞ് ചുവന്ന കളറിൽ ഒഴുകുന്ന ഗംഗാവാലിയാണെങ്കിൽ ഇപ്പോൾ തെളിഞ്ഞാണ് ഒഴുകുന്നത്. അതുകൊണ്ട് തന്നെ വിസിബിലിറ്റി കൂടുതലാണ്. മുങ്ങൽ വിദഗ്ധർക്ക് മുങ്ങി പരിശോധന നടത്താൻ ഏറ്റവും അനുകൂലമായ സാഹചര്യമാണ്. പക്ഷേ പൂർണ്ണ തോതിൽ കാലാവസ്ഥ അനുകൂലമായി
അനുകൂലമായ അതിന്റെ ഒരു സാഹചര്യം മുതലെടുക്കാൻ കർണാടക ശ്രമിക്കുന്നില്ല. ഈശ്വർ മാൽപെ ഏതായാലും ഇപ്പോൾ നദിയിലിറങ്ങി പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. ഇതുവരെ നടത്തിയിട്ടുള്ള പരിശോധനയിൽ കാര്യമായിട്ടുള്ള പുരോഗതി ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതേസമയം തന്നെ ഇപ്പോഴും തിരച്ചിൽ ഈശ്വർ മാൽപെ ഈ നദിയിൽ മുങ്ങിയുള്ള പരിശോധന തുടരുകയാണ്. അതോടൊപ്പം തന്നെ ഈശ്വർ മാൽപയുടെ സംഘം ഒരു മത്സ്യബന്ധന ബോട്ടിൽ നൽകുന്നത്. ഷിരൂരിൽ അർജുനെ കാണാതായ പുഴയിൽ ഇപ്പോൾ ഈശ്വർ മാൽപയുടെ നേതൃത്വത്തിൽ പരിശോധന നടക്കുകയാണ്. നേവിക്ക് നിലവിൽ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും അനുമതി ലഭിക്കാത്ത ഒരു സാഹചര്യത്തിൽ നേവിക്ക് പുഴയിലേക്ക് ഇറങ്ങാൻ സാധിച്ചിട്ടില്ല. എന്നാൽ ഇപ്പോൾ സ്ഥലത്ത് കനത്ത മഴ കുറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അനുകൂലമായ കാലാവസ്ഥ തന്നെയാണ് തിരച്ചിലിനായി അവിടെ ഉള്ളത്. എന്നിട്ടും ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും അനുകൂലമായ ഒരു പ്രതികരണം ഈ കാര്യത്തിൽ ഉണ്ടാകുന്നില്ല. വിശദാംശങ്ങളാണ് സന്തോഷ് നൽകിയത്.